ഈ സാഹചര്യം വരെ എത്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഈ യുദ്ധത്തിൽ നിന്ന് ട്രംപ് എന്ത് നേടി, എന്താണ് ലക്ഷ്യം വെച്ചത് എന്ന ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ട്രംപ് അല്പം അയഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് വെടിനിർത്തൽ അനിശ്ചിതമായി നീട്ടിയ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ട്രംപിന്റെ ശ്രദ്ധ മറ്റു ചില കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് കൂടി നമ്മൾ കാണുന്നു. നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന പോസ്റ്റുകൾ നമ്മൾ ആശയപരമായി യോജിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള പോസ്റ്റുകളിലായിരിക്കും നമ്മൾ ഒരു ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റുകളിലൂടെ നമ്മൾ പറയും. ഇന്ത്യയെ അധിക്ഷേപിക്കുന്ന ഒരു പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെയും ചൈനയെയും നരകക്കുഴികൾ എന്ന് വിശേഷിപ്പിക്കുകയും കുടിയേറ്റക്കാർക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തുകയും ചെയ്യുന്ന ഒരു കത്താണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രശസ്ത റേഡിയോ അവതാരകൻ മൈക്കൽ സാവേജ് എഴുതിയ കത്താണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കിട്ടത്. കുടിയേറ്റക്കാർക്കെതിരെയുള്ള നിലപാട് വീണ്ടും ചർച്ചയാക്കുകയാണ് ട്രംപ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് കരുതുന്നത്. അപ്പോൾ യുദ്ധത്തിൽ നിന്ന് കുടിയേറ്റത്തിലേക്ക് ട്രംപ് ശ്രദ്ധ തിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നത് പരിശോധിക്കാം. റേഡിയോ അവതാരകനായ മൈക്കൽ സാവേജ് എഴുതിയ വംശീയ വിദ്വേഷം നിറഞ്ഞ 4 പേജുള്ള കത്താണ് ട്രംപ് തന്റെ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. ഈ കത്തിൽ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ ഭൂമിയിലെ നരകമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൗരത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന മൈക്കൽ സാവേജിന്റെ വീഡിയോയും ഇതിൽ പങ്കുവച്ചിട്ടുണ്ട്. ജനനമനുസരിച്ച് പൗരത്വം നൽകുന്ന അമേരിക്കയിലെ പൗരത്വ നിയമം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സാവേജ് ഈ കത്തെഴുതിയത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ആളുകൾ അമേരിക്കയിൽ വന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിലൂടെ അവർക്ക് ഉടനടി അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നുവെന്നും പിന്നീട് അവരുടെ കുടുംബത്തെ മുഴുവൻ ഈ നരകക്കുഴികളിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ് എന്നുമാണ് ഈ കത്തിലെ ആരോപണം. അമേരിക്കയിലെ ജനനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് മൈക്കൽ സാവേജ് കത്തിൽ ഈ പ്രയോഗം നടത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വയമേവ പൗരത്വം ലഭിക്കുന്ന രീതി കുടിയേറ്റക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് ഈ കത്തിലെ ആരോപണം. ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഉള്ളവർ ഇവിടെ വന്ന് പ്രസവിക്കുന്നതിലൂടെ ആ കുട്ടിക്ക് ഉടൻ പൗരത്വം ലഭിക്കുന്നുവെന്നും പിന്നീട് ആ കുട്ടി വഴി അവരുടെ മുഴുവൻ കുടുംബത്തെയും അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുവെന്നും കത്തിൽ പറയുന്നുണ്ട്. കാലിഫോർണിയയിലെ സാങ്കേതിക മേഖലയിലെ ജോലികളിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ളവർ ആധിപത്യം പുലർത്തുന്നുവെന്നും ഇതിനാൽ മറ്റുള്ളവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്നും ആരോപിക്കുന്നുണ്ട് ഈ കത്ത്. ജനനത്തിലൂടെയുള്ള പൗരത്വം സംബന്ധിച്ച കാര്യങ്ങൾ കോടതികളോ അഭിഭാഷകരോ അല്ല തീരുമാനിക്കേണ്ടതെന്നും മറിച്ച് ഒരു ദേശീയ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കുടിയേറ്റ നയങ്ങളെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനെ കുറ്റവാളി സംഘടന എന്ന് കത്തിൽ വിളിച്ചിട്ടുണ്ട്. അവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ഇതിലുണ്ട്. ഭരണഘടനാപരമായ വ്യാഖ്യാനങ്ങൾ ആധുനിക കാലഘട്ടത്തിലെ കുടിയേറ്റ രീതികൾക്ക് അനുയോജ്യമല്ലെന്നും അദ്ദേഹം സുപ്രീം കോടതി നടപടികളോടുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കുടിയേറ്റക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള പൊതുസേവനങ്ങൾ ചൂഷണം ചെയ്യുന്നത് നികുതിദായകർക്ക് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്നുവെന്നും കത്തിൽ പറയുന്നു. കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്ഷേമ പദ്ധതികളിൽ വലിയ രീതിയിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. കുടിയേറ്റം അമേരിക്കയുടെ സാംസ്കാരികവും ഭാഷാപരവുമായ സ്വത്വത്തെ ബാധിക്കുന്നുവെന്നും സാവേജ് കുറിച്ചിട്ടുണ്ട്. നിലവിലെ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നും ഇതിൽ കോടതി വിധിക്ക് കാത്തുനിൽക്കാതെ ദേശീയ ഹിതപരിശോധന വേണമെന്നും മൈക്കൽ സാവേജ് ആവശ്യപ്പെടുന്നു. ഈ കത്താണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ട്രംപിന്റേത് സമാന നിലപാട് തന്നെയാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. വിദേശീയർക്കും അവരുടെ മക്കൾക്കും US പൗരത്വം നൽകുന്നതിനെതിരെ മുൻപും കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളാണ് ട്രംപ്. പലപ്പോഴും അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തുറന്നു പറഞ്ഞിട്ടുണ്ട് ട്രംപ്. കാലങ്ങളായി അമേരിക്കയിൽ നിലനിൽക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എടുത്തുമാറ്റാൻ ട്രംപ് ഭരണകൂടം നീക്കം നടത്തിയിരുന്നതുമാണ്. മുൻപ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിർത്തലാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് ട്രംപ് ഉത്തരവ് വരെ ഇറക്കിയിട്ടുണ്ട്. മാതാപിതാക്കളിൽ ഒരാളെങ്കിലും അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസത്തിന് അനുമതിയുള്ള ആളോ ആണെങ്കിൽ മാത്രമേ കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം നൽകാവൂ എന്നതാണ് ട്രംപിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. ഇക്കാര്യത്തിൽ വിവിധ ഹർജികളിൽ സുപ്രീം കോടതി ഇടപെട്ടിരുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ ട്രംപ് ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നതിൽ ഇന്ത്യയും ചൈനയും ഒക്കെ വംശീയമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങിയ കുറിപ്പാണ് എന്നതാണ് വളരെ ഗൗരവമുള്ള കാര്യം. അമേരിക്കൻ സുപ്രീം കോടതിയിൽ ജന്മനാ ഉള്ള പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ നീക്കം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ ലോകത്ത് അമേരിക്കയിൽ മാത്രമാണ് ഇത്തരമൊരു നിയമമുള്ളതെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ കാനഡ, മെക്സിക്കോ തുടങ്ങിയ 30-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ഈ നിയമം ഉണ്ട്. ഇതിന് പിന്നാലെയാണ് തീവ്ര വംശീയ പരാമർശമുള്ള കത്ത് ട്രംപ് വീണ്ടും പങ്കുവച്ചിരിക്കുന്നത്. ഈ ട്രംപിന്റെ നടപടി
ഇന്ത്യൻ വംശജർക്കിടയിലും ആഗോളതലത്തിലും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. യുദ്ധത്തിൽ പണികിട്ടിയിരിക്കുന്ന ട്രംപ് ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ച ട്രംപ് അവിടെ ആഭ്യന്തരമായി വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. യുദ്ധത്തിന് ചെലവാക്കുന്ന പണം മറ്റ് രാഷ്ട്രത്തലവന്മാർ ചെലവാക്കിയതിനെക്കുറിച്ചൊക്കെ എതിർത്ത് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടിച്ച ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നയാളാണ് താനെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഇപ്പോൾ ഒരു യുദ്ധത്തിന് വേണ്ടി ധാരാളം പണം ചിലവാക്കി അതിലും പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ നേരിടുമ്പോഴാണ് അമേരിക്കയിലെ തീവ്ര വലതുപക്ഷക്കാരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കാൻ നടത്തുന്ന ഈ നടപടികളിലേക്ക് ട്രംപ് വീണ്ടും വ്യാപരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ നീക്കം നടത്തിയത് വലിയ വ്യാപക വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രതികരണമൊന്നും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും വംശീയ പരാമർശങ്ങളുള്ള കത്ത് റീപോസ്റ്റ് ചെയ്തതിൽ വലിയ വിമർശനമാണ് ട്രംപ് നേരിടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.